ഹലോ, സ്പൈസി ചില്ലി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഹെയർ ക്ലിപ്സും ആയിട്ടാണ്. ഹെയർ ക്ലിപ്പും അതുപോലെ തന്നെ ഹെയർ ബാൻഡുമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡ്സൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വേസ്റ്റ് തുണി മാത്രം മതി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്കൊരു തുണി എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കത് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരിക്കലും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു 6 ആക്ക് പോലെ നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കൊരു ലൈറ്റർ വെച്ചിട്ട് അതൊന്ന് ഉരുക്കി കൊടുക്കണം, അതിൻ്റെ സൈഡ് ആ നൂലിളക്കി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിക്കിട്ടും അത് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പം 6 പെറ്റല ഞാനിവിടെ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സൂചിയിൽ നൂലെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുക. ഒരേ സൈഡ് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഇതുപോലെ തന്നെ കോർത്തെടുക്കുക. പിന്നെ നമുക്കിതൊന്ന് ടൈറ്റിൽ കെട്ടി കൊടുത്താൽ മതിയാവും. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇതുപോലെ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. പിന്നെ നമുക്കതിൻ്റെ ആ ഒരു പെറ്റൽസൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ അതിൻ്റെ ആ ഒരു നൂലൊക്കെ കാണാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ സൈഡൊന്ന് ഒരുക്കി കൊടുക്കുക. പിന്നെ നമുക്കതിൻ്റെ സെൻറ്ററിൽ അങ്ങോട്ട് അതിൻ്റെ അടിവശത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മേൽവശത്ത് ഞാൻ ഒരു ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതിന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് അതിൻ്റെ അടിവശത്ത് നമുക്കിതുപോലെ കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് അവിടെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അതും കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ക്ലിപ്പിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇളകി പോവില്ല. അപ്പോൾ ഇതാ നമ്മുടെ പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനൊരു ബ്രൊക്കേഡിൻ്റെ ഒരു തുണിയിലും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിവിടെ 5 പെറ്റലാണ് ഇതിന് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊന്ന് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ചൂടാക്കി കൊടുക്കുക. നമ്മളിത് സെൻറ്ററിലേക്കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 2 സൈഡൊന്നും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ മടക്കിയത് 2 സൈഡിലോട്ടേക്കും ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇത് നമ്മുടെ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. സൈഡൊന്ന് ഒരുക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സൂചിയിൽ ഇങ്ങനെ കോർത്തെടുക്കാം. എല്ലാം നമുക്കിത് കോർത്തെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. ടൈറ്റിൽ തന്നെ നമ്മൾ കെട്ടിക്കൊടുക്കുക. പെറ്റലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു സ്റ്റോണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരുപോലെ ഒരു പഴയ ഹെയർ ബാൻഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനൊരു ബ്ലാക്ക് തുണിയും കൂടി എടുത്തിട്ടുണ്ട്. അതിനിതുപോലെ ഇങ്ങോട്ട് ചുറ്റിയെടുക്കണം. നന്നായിട്ട് ആ തുണിയൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്ലവർ എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ അടിവശം ഇളകാണ്ടിരിക്കാനായിട്ടൊരു പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ സെൻറ്ററിലേക്ക് കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. പിന്നെ വീണ്ടും ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സൈഡിലേക്കും ഇതുപോലൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്കിതുപോലെ സൈഡൊന്ന് ഒരുക്കി കൊടുക്കണം. ഇപ്പോൾ 6 പെറ്റല ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സൂചിയിലോട്ട് ഇതിങ്ങനെ കോർത്തെടുക്കണം. ഇത് കോർത്തെടുത്ത് നേരത്തെ പോലെ തന്നെ നമുക്ക് കെട്ടിയെടുത്താൽ മതി. നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ നമുക്കിതൊന്ന് ടൈറ്റിൽ കെട്ടിയെടുത്താൽ മതി. ഞാനതിപ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു പീസ് തുണിയും കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ അടിവശത്താണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മേളിൽ വശത്തൊരു സ്റ്റോണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ അടിവശത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ
അപ്പോൾ നമ്മുടെ അടുത്ത ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഉണ്ടാക്കാനായിട്ട് ഞാൻ നീളത്തിൽ ഒരു തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് സെൻറ്ററിലേക്ക് കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ സൂചി നൂലും എടുത്ത് ഇതുപോലെ ഒന്ന് അതിലേക്ക് കോർത്തെടുത്താൽ മതി. മൊത്തം നമ്മളിതുപോലെ ചെയ്തിട്ട് പിന്നെ അത് ആ നൂല് കെട്ടി കൊടുക്കുക. നൂലിൻ്റെ 2 സൈഡും പിടിച്ച് ടൈറ്റിലൊന്ന് കെട്ടി കൊടുക്കുക. അപ്പം നമ്മുടെ പൂവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നടുക്കൊരു സ്റ്റോണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഞാനിവിടെ ഒരു ബോ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇളകി പോകാണ്ടിരിക്കാനായിട്ട് അടിയിലൊരു പീസ് തുണിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.